നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പട്ടാപ്പകൽ വീടിനുള്ളിൽ കയറി യുവതിയെ കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടക്കുന്ന പല വിവരങ്ങളും പുറത്തു വരികയാണ്. കഠിനകുളം വടക്കേവിള പാടിക്കവിളകം ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വഞ്ഞാറമൂടി ആലിയാട് പ്ലാവല വീട്ടിൽ ആതിരയാണ് കൊല്ലപ്പെട്ടത്. ആതിര സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു എന്ന് കരുതുന്ന എറണാകുളം സ്വദേശിയാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് സൂചന. ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. സമൂഹമാധ്യമത്തിലൂടെ ദീർഘനാളായി ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ പെരുമാതുറയിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചു. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരയോട് ആവശ്യപ്പെട്ടുവെങ്കിലും ആതിര ഇത് നിരസിച്ചതിന്റെ പക കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് പോലീസ് കരുതുന്നത്. തൊട്ടടുത്ത് വീടുകൾ ഉണ്ട് എങ്കിലും ആതിരയുടെ നിലവിളിയോ ബഹളമോ ആരും പുറത്തേക്ക് കേട്ടിരുന്നില്ല. കുത്തേറ്റതിന്റെ ഫലമായി കഴുത്തു മുറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കട്ടിലിൽ കിടന്നത്. പ്രതി ഉപയോഗിച്ച സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 4 സംഘങ്ങളെ തിരിഞ്ഞ് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആതിരയുടെ സ്കൂട്ടറിൽ തന്നെയാണ് കൊലപാതകി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ആതിരയുടെ ഭർത്താവ് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയെ രാജു 11:30 വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആഴത്തിൽ കത്തി കുത്തിയിറക്കി കഴുത്തു മുറിച്ച നിലയിൽ മൃതദേഹം കണ്ടത്. 6 വയസ്സുകാരനായ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ രാവിലെ 8:30 ആതിര എത്തിയത് അയൽക്കാരും കണ്ടിരുന്നു. കായംകുളം സ്വദേശിയായ രാജു 24 വർഷമായി ഭരണിക്കാവ് ഭഗവതി ക്ഷേത്ര പൂജാരിയാണ്. ആലിയാട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പലിയുടെയും മകൾ ആതിരയെ 8 വർഷം മുമ്പായിരുന്നു വിവാഹം കഴിച്ചത്. പിന്നീട് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥരുടെ വീട്ടിൽ ഇവർ താമസിക്കുകയായിരുന്നു. ആതിരയുടെ മൃതദേഹം മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപാതകി മതിൽ ചാടിക്കളോ തൊട്ടടുത്ത വീടിന്റെ ടെറസ് വഴിയായിരുന്നു ആതിരയുടെ വീട്ടിൽ എത്തിയതെന്നാണ് നിഗമനം. ഇയാൾ 2 ദിവസം മുമ്പ് കഠിനകുളത്തെത്തി പെരുമാതുറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ആതിരയെ ഇയാൾ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയതായാണ് സൂചന. എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ച ആതിര ഭർത്താവിനോട് ഒടുവിൽ ഏറ്റുപറയുകയായിരുന്നു. എന്നാൽ ഭർത്താവ് ഇക്കാര്യം മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയും ആതിര മുഴക്കിയിരുന്നു. എന്നാൽ സംഭവ ദിവസം ആതിരയുടെ ഭർത്താവ് അമ്പലത്തിലേക്ക് വന്ന് ആതിര ഇരിക്കാൻ പറഞ്ഞുവെങ്കിലും ആതിര ഇതിന് കൂട്ടാക്കിയിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ 11:30 പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു ഭാര്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് മുൻപിൽ നിർത്തിയിട്ട ഭാര്യയുടെ സ്കൂട്ടർ കാണാനില്ലായിരുന്നു. എന്തായാലും പോലീസ് ഏറ്റവും ഒടുവിൽ പെരുമാതുറയിൽ പ്രതി താമസിച്ചിരുന്ന വീട് കണ്ടെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇവിടെ നിന്നും ഇയാൾ പുറത്തേക്ക് പോയത്. പിന്നീട് മടങ്ങിയെത്തിയിരുന്നില്ല. വീട് വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ചു ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നാണ് വിവരം. ഈ വീട് പോലീസ് ഇന്ന് തുറന്നു പരിശോധിക്കും. തിരുവനന്തപുരം റൂറൽ എസ്പിയും സംഘവും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും സംഘവും ഡാൻസ് ആപ്പ് സംഘവും കഠിനകുളം ചിറയൻകീഴ് പോലീസ് എന്നിങ്ങനെ 4 സംഘങ്ങളായിട്ടാണ് പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന് സമീപം അന്വേഷണ സംഘം സ്കൂട്ടർ കണ്ടെത്തിയത്. കൊലയ്ക്ക് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സ്റ്റേഷനിൽ എത്തിച്ച സ്കൂട്ടർ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ കേസിൽ നിർണായകമായി CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കഴുത്തിൽ കത്തി കുത്തിയിറക്കി ആഴത്തുള്ള മുറിവേറ്റ് രക്തം വാർന്ന നിലയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 8:30 ആതിര കുട്ടിയെ സ്കൂളിലേക്ക് വിടുകയായിരുന്നു. അതിനുശേഷമായിരിക്കാം കൊലപാതകം നടന്നുവെന്നാണ് കരുതുന്നത്. എറണാകുളം സ്വദേശിയായ യുവാവാണ് കൃത്യം നടത്തിയെന്ന് പോലീസ് സംശയമുണ്ട്. ഇയാൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ കൊലപാതകത്തിന് പിന്നിൽ നിന്നത് പോലീസ് അന്വേഷിക്കുകയാണ്. മരിച്ച ആതിരയും എറണാകുളം സ്വദേശിയായ യുവാവും ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളാണെന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സമീപത്തെ CCTVകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കായംകുളം സ്വദേശിയായ രാജീവ് 22 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഏകമകൻ സ്വകാര്യ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.